ഫോട്ടോഗ്രാഫറായിട്ട് സിനിമയിൽ ആദ്യം കള്ളിച്ചെലമേൽ വന്നു, പിന്നെ പ്രസ് ഫോട്ടോഗ്രാഫറായിട്ട് വർക്ക് ചെയ്തു, ക്യാമറയുടെ മുമ്പിൽ വന്നു. ഇതിനിടയിലൊക്കെ തന്നെ സ്റ്റിൽ ഫോട്ടോഗ്രാഫിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അല്ലേ പോയിക്കൊണ്ടിരിക്കണ്ടേ. കേരളത്തിൽ ഉണ്ടായിരിക്കുന്ന സമയത്ത് തന്നെ ഇടയ്ക്കിടയ്ക്ക് പോയി വർക്ക് ചെയ്യുമായിരുന്നു. സിനിമ വർക്ക് ചെയ്യും, പിന്നെ പത്രത്തിലും. അന്ന് അവിടെ ഒരു പാർട്ട് ടൈം പോലത്തെ ഫുൾ ടൈം ആയിരുന്നില്ല, 11 വർഷം ചെയ്തെങ്കിലും. അന്ന് ബാലേട്ടൻ്റെ കൂടെ ഫോട്ടോഗ്രാഫിയിൽ എന്താ പറയുക കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യുകയും ഫോട്ടോഗ്രാഫിയിൽ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാക്കുകയും ചെയ്ത ചില സുഹൃത്തുക്കളുണ്ട് അല്ലേ. ഒന്ന് മഹാരാജ രാജൻ എന്ന് പറഞ്ഞിട്ട്, പിന്നെ അത് രാജൻ ഈ കല്യാണ സ്ഥലത്തൊക്കെ വരുമ്പോൾ ഇപ്പം രാജൻ അങ്ങനെ പോകാറില്ല. ഇപ്പം ലോക കാഴ്ച എന്ന് പറഞ്ഞ് പുള്ളി ഒരുപാട് രാജ്യങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട്. ഇപ്പോൾ പെണ്ണിൻ്റെ സൈഡിൽ ചിലപ്പോൾ ഞാനായിരിക്കും ഫോട്ടോഗ്രാഫർ. ശരി ശരി. ഈ കല്യാണ സ്ഥലത്ത് വരൻ്റെ സൈഡിൽ നിന്ന് പുള്ളി. അങ്ങനെ ഞങ്ങൾ അങ്ങനെയുള്ള പരിചയമാണ് ഞങ്ങൾ. അങ്ങനെ സൗഹൃദമുള്ള രാജനും പിന്നെ സൗദൻ അല്ലേ. സൗദന് 2 സ്റ്റുഡിയോ ഞാനാണ് ഉദ്ഘാടനം ചെയ്തത്. ആണല്ലേ, ഓക്കെ. അപ്പോൾ അവർ രണ്ടുപേരും ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് അവരെയും കൊണ്ട് ക്ഷണിക്കാം. അടുത്തതായി നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ബാലേട്ടൻ്റെ സുഹൃത്തുക്കളായ ശ്രീ മഹാരാജരാജൻ, ശ്രീ സൗന്ദൻ. ഞാൻ ആദ്യമായിട്ട് ബാലൻ്റെ മുഖം എടുക്കുന്ന ഇതാണ്. അന്ന് ബാലനയിലൊരു ഉപ്പൊക്കെ ഇട്ട് തന്നത് ഓർമ്മയുണ്ട്. ഈ ഫോട്ടോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അരവിന്ദേട്ടനാണെന്ന് ശരിക്കും സംശയിക്കും, നേരത്തെ പറഞ്ഞവര്. പിന്നെ എൻ്റെ തീരെ ചെറുപ്പം മുതലേ ബാലനെ അറിയാം. ഞങ്ങൾക്ക് 10-70 വർഷം പഴക്കമുള്ള സ്റ്റുഡിയോ ആണ് ഞങ്ങളുടെ അപ്പനൊക്കെ, അച്ഛന് അപ്പനൊക്കെ. അപ്പോൾ അവിടെ ആയിട്ട് പണ്ട് പോലെയുള്ള ബന്ധം. കൊച്ചിലെ ആണോ? ആറ്റിങ്ങിലെ ശ്രീകൃഷ്ണ സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് പഴയ സ്റ്റുഡിയോ. അപ്പോൾ അന്നോട്ട് ബാലേട്ടൻ അവിടെ വരും. മിക്കവാറും എൻ്റെ വീട്ടിൽ ഇപ്പോഴും വരും. എപ്പോഴും നമ്മൾ ഫോണിൽ ബന്ധപ്പെടുകയും. സ്റ്റുഡിയോ ഇപ്പോഴും ഉണ്ട്? ആ സ്റ്റുഡിയോ ഉണ്ട്. അല്ല, ഇപ്പം അതില്ല. ഇപ്പം ഞാൻ വേറെ രാഗം സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് കിടക്കിൽ അച്ഛനും അപ്പന്മാരുമായിട്ടുള്ള ബന്ധമാണ്. ബാലേട്ടനെ കാണുന്ന 1983-ലാണ്. തിരുവനന്തപുരത്തെ ഈ വർമ്മ ട്രാവൽസിന് ചേർന്ന ഒരു കല്യാണ മണ്ഡപമുണ്ട്. അന്ന് ഞാൻ ഈ പാരമൗണ്ട് സ്റ്റുഡിയോയ്ക്ക് വേണ്ടി വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ചെന്നു. അവിടെ ചെന്നപ്പോൾ ബാലേട്ടനെ ഓപ്പോസിറ്റ്, അന്ന് ബാലേട്ടനാണെന്നുള്ള എനിക്ക് അറിഞ്ഞൂടാ, വലിയൊരു ആചാന ബാഹു ഒരു ക്യാമറ ഇട്ടുകൊണ്ട് അങ്ങനെ നിൽക്കുന്നത്. ഞാൻ പെട്ടെന്ന് ചിന്തിച്ചത് എന്താണെന്ന് വെച്ചാൽ, ദൈവമേ, ഈ കല്യാണം നടക്കുന്ന സമയത്ത് ഈ ഫോട്ടോഗ്രാഫറും ഞാനും കൂടെ മുന്നിൽ നിൽക്കുമ്പോൾ ആൾക്കാരുടെ വഴക്ക് കേൾക്കുന്ന ആ രംഗമാണ് എനിക്ക് ഓർമ്മ വന്നത്. അന്നത്തെ ആ വീഡിയോ ക്യാമറ എന്ന് പറയുന്നത് ഇന്നത്തെ പോലെയല്ല. 8 കിലോ ഉള്ള 870 ക്യാമറ, അതിനൊരു പാക്കും ഉണ്ട്, വലിയ ഒരു VCR സ്ക്രീനൊക്കെ ഉള്ള 868 ഹിറ്റാച്ചിയുടെ, പിന്നെ ആ റെക്കോർഡർ പ്രവർത്തിക്കാൻ വേണ്ടി ഹോണ്ടയുടെ ഒരു ബാറ്ററി. അപ്പോൾ ബാലേട്ടൻ ബോഡി കൊണ്ട് നിൽക്കും, അതിനേക്കാളും ഒരു സെറ്റായിട്ടാണ് ഞാനും ചെന്ന് നിൽക്കുന്നത്, ഇത്രയും വലിയ സെറ്റപ്പായിട്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചെങ്കിലും ആ കല്യാണം നടക്കാൻ സമയത്ത് അണ്ണന് ഞാനുമായിട്ട് വലിയ പരിചയമൊന്നുമില്ല. ആ സമയത്ത് എൻ്റെ കൂടി പറഞ്ഞ്, ഞാൻ നേരത്തെ കൂട്ടി എനിക്ക് പ്ലേസ് പിടിക്കണമല്ലോ, ഞാൻ നിൽക്കാൻ സമയത്ത് അണ്ണൻ തന്നെ പറഞ്ഞു, പിള്ള കയറി നിന്നോന്ന് പറഞ്ഞു. ഞാൻ നടുക്കേറിയിരുന്നു. ആ കല്യാണം കൊട്ടും എല്ലാം കഴിഞ്ഞപ്പം ബാലേണ്ണൻ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കിയപ്പോൾ ഈ വലിയൊരു മരത്തടി വീണ് കിടക്കും പോലെ സൈഡിൽ വീണ് കിടത്തിട്ട് 2 ശിഖരങ്ങൾ പോലെ ഈ ക്യാമറയുടെ ഇങ്ങനെ അതായത് കിടന്നിട്ട് ഇങ്ങനെ. അന്നത്തെ 120 ക്യാമറ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, സാധാരണ രീതിയിൽ ഇങ്ങനെ നോക്കിയാലേ കാണാൻ പറ്റും. പക്ഷേ ഇദ്ദേഹം ഈ ചരിഞ്ഞ് കിടന്നുകൊണ്ട് മണ്ഡപത്തിൻ്റെ അവിടെ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ സൈഡിലൊരു മീറ്ററുണ്ട്, ആ മീറ്റർ നോക്കി പടം എടുക്കുന്നു. അത് നല്ല ഫോട്ടോഗ്രാഫർക്ക് മാത്രമേ എടുക്കാൻ പറ്റൂ. ഞാൻ 120-ൽ ധാരാളം എടുത്തിട്ടുണ്ടെങ്കിലും ഇന്നും എനിക്കതേപോലെ പറ്റില്ല. വേറൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ ആ ശരീരം കൊണ്ട് ആൾക്കാർ ചിരിക്കുന്നു, സന്തോഷിക്കുന്നു, അദ്ദേഹത്തിൻ്റെ സംസാരം ഇഷ്ടപ്പെടുന്നു. പക്ഷേ ഈ ശരീരം കൊണ്ട് മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടൊരു വരരുതെന്നുള്ള രീതിയിൽ ആ കിടന്ന് എടുത്തിട്ടുള്ള രംഗം ഞാനങ്ങനെ അല്ലെങ്കിൽ ഇരുന്ന് ഇരിക്കും, നിൽക്കില്ല. ചിലർ അവർക്ക് ഏറ്റവും നല്ല പടം കിട്ടണമെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നത്. ഞാൻ എവിടെയെങ്കിലും ഒഴിഞ്ഞ് ഇങ്ങനെ ഇതുപോലെ ശരീരം വെച്ചിട്ട് തീർച്ചയായിട്ടും എടുക്കാൻ പറ്റുന്ന അന്നത്തെ നമ്മുടെ അദ്ദേഹത്തിനെ കുറിച്ച് ചിന്തിച്ചതും ആ എളിമയോടുകൂടി നമ്മളോട് പെരുമാറിയതും എൻ്റെ മനസ്സിൽ തട്ടുകയും പിന്നെ വളരെ സ്നേഹത്തിലാവുകയും. പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഡയറി കുറിപ്പ് ദിവസേന ഉള്ള കാര്യം. ഇപ്പോൾ തന്നെ നമ്മൾ എന്ത് കാര്യത്തിനെ കുറിച്ചാലും ആധികാരികമായിട്ട് ഓർമ്മയോടുകൂടി പറയും.
അല്ല ഞാൻ ആലോചിക്കുന്നത് ഇത്രയും ഇതായിട്ട് ഇപ്പോഴും എഴുതുന്നുണ്ടോ പലപ്പോഴും സ്റ്റിൽ എഴുതുന്നു ഇന്ന് ഇങ്ങോട്ട് വരുന്നവരെ എഴുതി. എഴുതിയില്ലേ അതൊരു വല്ലാത്തൊരു സംഭവങ്ങളല്ലേ എൻ്റെ എത്ര കുന്നുകണക്കിന് ഡയറി പുസ്തകങ്ങളുണ്ട് അതൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട് അത് സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പം എന്തായാലും ഈ ഷോയിൽ വന്നതിൽ വളരെ ബാലേട്ടനെ കുറിച്ചുള്ള പരിപാടിയിലൊക്കെ പറ്റിയല്ലോ. അതെ